ഹലോ കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ വിനീതിൻ്റെയും ഗംഗയുടെയും വിവാഹം കഴിഞ്ഞ് എല്ലാവരും സന്തോഷമായിട്ട് അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോഴിതാ വരുന്നു നമ്മുടെ വിനീതിൻ്റെ അമ്മയും ചേച്ചിയും. അങ്ങനെ അവരെ കണ്ടോടുകൂടി തന്നെ എല്ലാവർക്കും നല്ല ഭയം വന്നു. മുഖത്ത് ശരിക്കും കാണാവുന്ന രീതിയിൽ തന്നെ ഭയം വന്നു. അപ്പോൾ നമ്മുടെ വിനീതിൻ്റെ അമ്മ പറയും, എല്ലാവരും ഉണ്ടല്ലോ, ഞാൻ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ മകൻ വിനീത് കുറച്ചു നേരം മുൻപ് മരിച്ചുപോയി. ഇനി 16-ൻ്റെ അന്ന് എൻ്റെ വീട്ടിൽ വെച്ച് ഒരു ചടങ്ങ് നടത്തുന്നുണ്ട്. ആ ചടങ്ങിലോട്ട് നിങ്ങളെല്ലാവരും വരണമെന്ന് പറയും. അപ്പോൾ വിനീതിൻ്റെ മുത്തശ്ശി ചോദിക്കും, എന്താ സുജാത നീ പറയണത്? എന്തായാലും നിൻ്റെ മകനല്ലേ? അപ്പോൾ സുജാത പറയും, എൻ്റെ മകനൊക്കെ തന്നെ എൻ്റെ വാക്ക് തെറ്റിച്ച് വിവാഹം കഴിച്ച് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു വിവാഹം, ഒരു കള്ളക്കല്യാണം കഴിച്ച് ഇവനെ ഞാനിനി എൻ്റെ വീട്ടിൽ കയറ്റില്ല. ഞാൻ മരിച്ചാൽ പോലും ഇനി എൻ്റെ ശവശരീരം കാണാൻ പോലും ഇവൻ വരരുത്. ഞാനിതാ ഇവനെ ഇവിടെ ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അത് അവർ പോവും. അത് കഴിഞ്ഞതിന് ശേഷം വിവാഹം കഴിഞ്ഞ് ഇനി എല്ലാവരും കൂടി വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ വീട്ടിലോട്ട് വരുമ്പോൾ ഗംഗ മുന്നിൽ നടക്കുകയാണ്. അപ്പോൾ മുന്നിൽ നടക്കുമ്പോൾ കാവേരി പറയും, ഗംഗേച്ചി വിവാഹം കഴിഞ്ഞ് നമ്മൾ ആദ്യമായിട്ട് വരില്ലേ, അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ചിട്ട് വേണം വീട്ടിൻ്റെ അകത്തേക്ക് കയറാൻ എന്ന് പറയും. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് പോയി. ശാരദ ഗംഗയെ വിളക്ക് കൊളുത്തി വീട്ടിലോട്ട് കയറ്റുകയാണ്. അങ്ങനെ വീട്ടിലോട്ട് കയറ്റി. അപ്പോൾ വീട്ടിലോട്ട് കയറുമ്പോൾ ഗംഗയ്ക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ്, ഗംഗ ആഗ്രഹിച്ചൊരു ജീവിതമല്ല ഗംഗയ്ക്ക് കിട്ടിയത്. ഗംഗ ജനിച്ച നാൾ മുതൽ കാണാൻ തുടങ്ങിയതാണ് ഈ മലയും കാടുമൊക്കെ. അപ്പോൾ ഗംഗയ്ക്ക് ഇവിടെ നിന്ന് മാറണം എന്ന ആഗ്രഹം ശരിക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. അതൊക്കെ ഗംഗയുടെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരികയാണ്, ഗംഗ അച്ഛനോട് പറയുന്നതൊക്കെ. അതിനുശേഷം വീട്ടിൻ്റെ അകത്തേക്ക് വന്നു. ഇനി അടുത്ത ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വധുവിനും വരനും പാലും പഴവും കൊടുക്കുക, മധുരം കൊടുക്കുക എന്നുള്ള ചടങ്ങാണ്. അങ്ങനെ ആദ്യം പാല് കൊടുക്കും. വിനീത് ആദ്യം കുടിച്ചതിന് ശേഷം ഗംഗയ്ക്ക് കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമാണ് ഗംഗ അത് വാങ്ങുന്നത്. ഗംഗയ്ക്കൊരു താല്പര്യക്കുറവ് കാണുന്നുണ്ട്. പിന്നെ അതിനുശേഷം പഴവും അങ്ങനെ തന്നെ കഴിക്കുകയാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നിവിൻ എല്ലാവരുടെയും കൂടി കുറേ ഫോട്ടോസൊക്കെ എടുക്കും. ആ ഫോട്ടോസൊക്കെ എടുക്കും. ആ ഫോട്ടോയിലൊക്കെ ശരിക്കും തെളിഞ്ഞ് കാണുന്നുണ്ട്, ഗംഗയുടെ മുഖത്തുള്ള വിഷമം തെളിഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞതിന് ശേഷം കാവേരി ചോദിക്കും, നിവിൻ ആ ഫോട്ടോസൊക്കെ ഒന്ന് തരുമോ, എനിക്കൊന്ന് നോക്കാനാണെന്ന് പറയും. അങ്ങനെ അതിൽ ഒന്ന് നോക്കിക്കഴിയുമ്പോൾ ഇവളുടെ മുഖം, ഗംഗയുടെ മുഖം വിഷമമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അത് കഴിഞ്ഞ് രാത്രിയായി. അപ്പോൾ ശാരദ കാവേരിയെ വിളിക്കും. കാവേരി, നീ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം ചോദിക്കാനാണ് എന്ന് പറയും. അപ്പോൾ കാവേരി ചോദിക്കുക, എന്താ അമ്മേ? അല്ല, ഗംഗയുടെ വിഷമമൊക്കെ മാറിയോ? അവൾക്ക് താല്പര്യക്കുറവൊക്കെ മാറിയോ? അപ്പോൾ കാവേരി പറയും, ഇപ്പോഴെങ്കിലും ചോദിച്ചത് നന്നായി, ഒട്ടും വൈകിയിട്ടില്ലല്ലോ എന്ന്. അപ്പോഴേക്കും അവിടേക്ക് മുത്തശ്ശി വരും. മുത്തശ്ശി വന്നു കഴിഞ്ഞാൽ പറയും, ഇനിയുള്ള ചടങ്ങുകളൊക്കെ നോക്കണ്ടേ? അപ്പോൾ അമ്മ ചോദിക്കും, എന്ത് ചടങ്ങ്? എടി മണ്ടി, അവരുടെ ഫസ്റ്റ് നൈറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്, അവർക്ക് ഏത് മുറിയാണ് കൊടുക്കുക? അപ്പോൾ ശാരദ പറയും, അവർ ഗംഗയുടെ മുറി തന്നെ കൊടുത്താൽ മതി. അപ്പോൾ കാവേരി, അത് വേണ്ട, അതിലല്ലേ ഞങ്ങൾ കിടക്കുന്നത്, നമുക്ക് ഹോം സ്റ്റേക്ക് തയ്യാറാക്കിയ മുറികൾ കൊടുക്കാം. അതാവുമ്പോൾ നല്ല ഹോട്ടൽ മുറി പോലെ നന്നായിട്ടാണ് കിടക്കുന്നത്, അത് നമുക്ക് കൊടുക്കാമെന്ന് പറയും. എന്നാൽ ശരി, നമുക്ക് ആ മുറി ഒരുക്കാം. അതിനോട്ട് വേണ്ട കാര്യങ്ങളും ഫ്രൂട്ട്സും പഴങ്ങളും പാലും ഒക്കെ ആയിട്ട് നമുക്ക് ഒക്കെ റെഡിയാക്കാമെന്ന് പറയും. അങ്ങനെ ആണ് അന്നത്തെ രാത്രി കഴിയുന്നത്. പിന്നെ പിറ്റേ ദിവസം എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് ഗംഗയുടെയും വിനീതിൻ്റെയും ഫസ്റ്റ് നൈറ്റ് എപ്പിസോഡാണ്. അത് കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് വരുന്ന ഗംഗയോട് മുത്തശ്ശി കളിയാക്കി ചോദിക്കും, മോളെ ഇന്നലെ രാത്രി നന്നായി ഉറക്കമൊക്കെ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഗംഗയുടെയും വിനീതിൻ്റെയും ഫസ്റ്റ് നൈറ്റ് സീനും ഒക്കെ അവരുടെ റൊമാൻറ്റിക്കായിട്ടുള്ള സീൻസൊക്കെ ആണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. ഇത്രയാണ് ഇന്നത്തെ കഥ. കൂടുതൽ കഥകളും വിശേഷങ്ങളും അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക. താങ്ക്